CPM-ന്റെ എല്ലാ സംവിധാനങ്ങളും അറിയാതെ ഇതൊന്നും നടക്കില്ല. മന്ത്രി അറിഞ്ഞിട്ടുണ്ടാകും, CPM-ന്റെ നേതാക്കന്മാർ ഇതിന് ചുമതലയുള്ളവർ അറിഞ്ഞിട്ടുണ്ടാകും. പിന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി അറിയാതെ ഏത് കാര്യം നടക്കുന്നത് CPM സിസ്റ്റം അനുസരിച്ച്. അപ്പൊ അധികാര കേന്ദ്രങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അല്ല, അത് പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മുൻ ആഭ്യന്തരമന്ത്രിയാണ്. ഞാൻ ഒരു കേസ് അന്വേഷണം എങ്ങനെ പോകുന്നത് എനിക്കറിയാവുന്നയാളാണ്. അപ്പൊ ഉത്തമ രഹസ്യമായ വിശ്വാസത്തോടെ ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാനത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ പുറത്തു പറഞ്ഞാൽ ഈ അന്വേഷണത്തെ അത് ബാധിക്കും. ഗവൺമെന്റ് ഇതുവരെ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യരുത് എന്നുള്ള സമ്മർദ്ദം വളരെയേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് അറസ്റ്റ് ചെയ്യരുത്, അല്ല ചോദ്യം ചെയ്യരുത്. ഇപ്പൊ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ ചോദ്യം ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇതെല്ലാം ഇവർ ഉണ്ടാക്കുന്ന ഒരു ആസൂത്രിതമായ നീക്കമാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിന് വിലയല്ല. ഇപ്പം മൊത്തം എത്ര 30.8 കോടി 8 കിലോഗ്രാം ആണ് സ്വർണം അവിടെ. അത് വിജയമല്യ പൊതിഞ്ഞത് മാത്രം, അതല്ലാതെ ഒരുപാട് അമൂല്യ പഞ്ചലോക വിഗ്രഹങ്ങൾ, ദ്വാരപാലക ശില്പങ്ങൾ, കതവും ജനലും ഉൾപ്പെടെ എല്ലാം കൂടെ 30.8 കിലോ ആണ്. അതിന്റെ മാർക്കറ്റ് വില 50 കോടിയുള്ളൂ. പക്ഷേ ഇതിന് മോഹവിലയുണ്ട്. ആന്റിക്സിനൊക്കെ മോഹവിലയാണ്. ശബരിമലയിലെ ഒരു ചെറിയൊരു സാധനം ഒരാൾക്ക് കൊടുത്താൽ കോടികൾ തരാൻ ആളുണ്ട് ഇവിടെ. അത് വിശ്വാസം. എന്റെ നിയോജകമണ്ഡലത്തെ എന്നെ തോപ്പിക്കാൻ വേണ്ടി അവരിറങ്ങി. അധികാരം പോയി പിന്നെ പോയല്ലോ. ഇലക്ഷൻ വരുമ്പോൾ എന്നെ തോപ്പിക്കാൻ വേണ്ടി അവരെ ഇറക്കിയ പണത്തിന്റെ കയ്യും കണക്കുമില്ല. അപ്പൊ തന്നെയല്ല, പല കാര്യത്തിലും അവരെന്നെ എനിക്കെതിരായ നീക്കങ്ങൾ നടത്തി എന്നുള്ളത് സത്യവുമാണ്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ രമേശ് ചെന്നിത്തല. നമസ്കാരം. സംഭവബഹുലമായ ഒരു ദിവസം. ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ കഴിഞ്ഞ ദിവസം SIT ചോദ്യം ചെയ്ത് SIT DYSP ശശിധരൻ SIT ആസ്ഥാനത്ത് നിന്ന് മാറി ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് കടകംപള്ളി സുരേന്ദ്രനെ 2 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള പത്മകുമാറിൽ അവസാനിക്കുമെന്നാണ് പൊതുവെ കേരളം കരുതിയത്. പക്ഷെ അതിനിടയിൽ അപ്രതീക്ഷിതമായ ചില അന്വേഷണ ഗതിവിഗതികളിലേക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ എത്തിച്ചത് അങ്ങയുടെ ഇടപെടലുകളാണ്. ഒരു പ്രവാസി മലയാളി വ്യവസായി വെളിപ്പെടുത്തിയ സുപ്രധാനമായ ചില വിവരങ്ങൾ അങ്ങ് SITയെ അറിയിക്കുന്നു. ഇതോടെ ഈ സ്വർണ്ണക്കൊള്ള മറ്റൊരു തലത്തിലേക്ക് കടന്നു. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘമടങ്ങുന്ന വലിയൊരു വിശാലമായ കൊള്ളയിലേക്ക് ഇത് വളർന്നു കത്തി. എല്ലാത്തിനും ഒടുവിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ വലയിലായിരിക്കുന്നു. എന്താണ് അങ്ങയുടെ ഒരു ഇപ്പോഴത്തെ നിരീക്ഷണം? അന്വേഷണം ശരിയായ ഗതിയിലാണോ? എന്താണ് സംഭവിക്കുന്നത്? ഈ സ്വർണ്ണക്കൊള്ള ഉണ്ടായ സമയം മുതൽ ഞങ്ങൾ 2 കാര്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇത് CBI അന്വേഷിക്കണം, അത് കോടതിയുടെ നിരീക്ഷണത്തിൽ വേണം. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയം ഗൗരവമായി എടുക്കുകയും കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു SIT രൂപീകരിക്കുകയും ചെയ്തു. ആ SITയിലെ ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാവുന്നവരാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നവരാണ്. അവരുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. അപ്പം അങ്ങനെ ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിനകത്ത് അവർ ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ആദ്യം മുന്നോട്ട് വെച്ച CBI എൻക്വയറി വിത്ത് കോടതിയുടെ നിരീക്ഷണത്തിൽ എന്നുള്ള അത് ഞങ്ങൾ പിന്നീട് ഉയർത്തിയില്ല. അത് ഉയർത്താത്തതിൻ്റെ കാര്യം SIT നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. SIT ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുകയാണ്. SITയുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്താൻ ഗവൺമെന്റിലെ ഉന്നതന്മാർ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. അല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയാതെ ഇവൻ എന്നെ പോലും വിളിക്കേണ്ട എന്നാണ് തീരുമാനിച്ചത്. അതെ, ഞാൻ ഇത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ശബരിമല എന്ന ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആരാധനാ കേന്ദ്രം, പ്രത്യേകിച്ച് ഒരു മതേതര കേന്ദ്രം, എല്ലാ മതത്തിൽപ്പെട്ടവർക്കും പോകാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. അർത്തുങ്കൽ ദേവാലയത്തിൽ മാല ഊരുന്ന അവിടെ വന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ആളുകൾ. അതുപോലെ എരുമേലി പള്ളിയിൽ
മുസ്ലിം ദേവാലയത്തിൽ പേട്ട തുള്ളിയാണ് ആളുകൾ പോകുന്നത്. വാവരെ തൊഴുതിട്ടാണ് ശബരിമലയിൽ അയ്യപ്പനെ തൊഴുന്നത്. അപ്പൊ ഇത്രയും വലിയ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു ആരാധനാലയവും ഇല്ല. അപ്പൊ ഞാനത് വളരെ ഗൗരവത്തോടെ, കുട്ടിക്കാലം മുതൽ ശബരിമലയിൽ പോകുന്ന ഒരാൾ എന്ന നിലയിൽ ഞാനത് ഗൗരവത്തോടെ വീക്ഷിക്കുന്നതിനിടയിലാണ് എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്ത് എന്നെ വന്ന് കണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ആവശ്യം ഇത് SITയുടെ മുമ്പിൽ വരിക, അദ്ദേഹത്തിന് അത് പറയാനുള്ള ഒരു ധൈര്യമില്ല. ധൈര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ബിസിനസ് നടത്തി ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മക്കളും ഭാര്യയും ഒക്കെ പറഞ്ഞു, നിങ്ങളെന്തിനാ ഈ പരിപാലനമൊക്കെ പോകുന്നത്, എൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് അദ്ദേഹം എന്നോട് സാറിനോട് ഞാൻ ഈ കാര്യങ്ങൾ പറയാം, സാർ ഇത് SITയോട് പറയും. ഞാൻ തീർച്ചയായിട്ടും, കാരണം ഒരു പൗരൻ എന്ന നിലയിൽ ഇത്തരം വളരെ ഗൗരവമുള്ള ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് SITയോട് പറയുന്നതിനകത്ത് എനിക്കെന്താ പ്രശ്നം, ഞാൻ പറയാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ SITയുടെ തലവനായ വെങ്കടേശന് ഞാൻ കത്തയക്കും. അപ്പൊ എന്നെ ആദ്യം വിളിച്ച സമയങ്ങളൊക്കെ 2-3 തവണ മാറ്റി. അത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കണ്ടുകൊണ്ടായിരിക്കാം, സമ്മർദ്ദം വന്ന് കാണാം. ഏതായാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നെ വിളിച്ച സമയത്ത് ഞാൻ പോയി അവരോട് എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ, എൻ്റെ ഒരു സുഹൃത്തായൊരു പ്രവാസി വ്യവസായി ഈ സ്വർണ്ണ കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ചില വിവരങ്ങൾ എന്നോട് പറഞ്ഞു. ആ വിവരങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. ഞാൻ പറഞ്ഞത് മാത്രം വേണ്ട, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ആ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഒരു വിശദമായ അന്വേഷണം നടത്തണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പൊ അവരതനുസരിച്ച് അപ്പൊ അത് സ്വയം പറഞ്ഞ കറക്റ്റാണ്. അതുവരെ പത്മകുമാരൻ ഒതുങ്ങുമായിരുന്നു. അത് മാത്രമല്ല, ആ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു 300 ഗ്രാം കട്ടെടുത്തു. ആ 300 ഗ്രാമിനെ പറ്റിയുള്ള അന്വേഷണമായിരുന്നു. അത് കെമിക്കൽ ലബോറട്ടറി കൊടുക്കുക, അതാണോ ഇതും ഒന്നാണോ എന്നൊക്കെ അറിയാം. 300 ഗ്രാമിന്റെ ഒരു കാര്യം അല്ലല്ലോ. എന്നോട് ആ പ്രവാസി മലയാളി പ്രവാസി വ്യവസായി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇതൊരു 500 കോടിയിലധികം രൂപ വരുന്ന ഒരു ഇടപാട്. ഇതിന് അന്തർദേശീയ മാനങ്ങളുണ്ട്. കാരണം ഇത് ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചു. ഇന്റർനാഷണൽ ആന്റിക് സ്മഗ്ലറായിട്ടുള്ള കപൂർ, ആ കപൂർ, സുഭാഷ് കപൂറിന് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ഇയാള് സുഭാഷ് കപൂർ എന്ന് പറയുന്ന ആളിനെ പറ്റി ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്, അദ്ദേഹം തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും ഈ ഇതുണ്ട്, ചെമ്പല്ല പിത്തളയിൽ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളുണ്ട്, പഞ്ചലോഹ വിഗ്രഹങ്ങളുമുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ പഴയ ക്ഷേത്രങ്ങളായിരുന്നു. അവിടേക്ക് ആരും കാട് പിടിച്ചൊക്കെ കിടക്കുന്ന ക്ഷേത്രങ്ങൾ നോക്കി ഇയാൾ അമേരിക്കയിൽ ന്യൂയോർക്ക് ബേസ് ചെയ്താണ്. അതെ, അയാൾ ഇത് അടിച്ചോണ്ട് പോയി. അതിനുള്ള സംഘത്തെ നിയോഗിച്ച് അവരെ കൊണ്ട് അടിച്ചു വാങ്ങിച്ച് അമേരിക്കയിലും ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ വലിയ വിലക്ക് വിറ്റു എന്നാണ് അറിയാതെ. ഇപ്പോൾ അയാൾ ജയിലിലും കാണാൻ തോന്നുന്നു തമിഴ്നാട്. അമേരിക്ക വെച്ച് തന്നെ അയാളെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ബഹുമാനപ്പെട്ട കോടതിയോട് ഇങ്ങനെ ചോദിച്ചു. മറ്റൊന്ന് സ്വയംമാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വാസു ഒരു ലെറ്റർ അയച്ചു, ഒരു ഓർഡർ ഇറക്കി. ലെറ്റർ അല്ല, ഓർഡർ. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെമ്പ്, വാർപ്പ്, ഉരുളി, വിളക്ക് ഇതെല്ലാം ലേലം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഇടപെട്ടു. ഞാൻ പറഞ്ഞത് ശരിയല്ല, ഇത് നിങ്ങൾ എന്തിനാണ് ലേലം ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അവിടെ വെക്കാൻ സ്ഥലമില്ല അമ്പലങ്ങളിൽ. ഇത്രയും കാലം വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, ഇപ്പൊ മാത്രം എന്താ വെക്കാൻ സ്ഥലമില്ലാത്തത്? ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചു. അപ്പൊ കടകംപള്ളി ഇത് തന്നെ പറഞ്ഞു, അത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ ലേലം ചെയ്യാം. അപ്പൊ ഞാനൊരു കത്തെഴുതി. ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും, കാരണം ഇതെല്ലാം നമ്മുടെ പൗരാണികമായ സംസ്കാരത്തിന്റെ ഭാഗമാണ്. 10-12 തിരി ഇട്ട് കത്തിക്കാവുന്ന വലിയ വിളക്കുകൾ, 4-5 പല വളരെ പഴയ രീതിയിലുള്ള വിളക്കുകളാണ്. ഒത്തിരി ശിഖരങ്ങളുള്ള വിളക്കുകൾ, പിന്നെ കിണ്ടി, മൊണ്ട, വലിയ വാർപ്പ്, ഉരുളി, ഇതൊന്നും ഇപ്പൊ കാണാൻ പോലും കിട്ടാത്ത സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ വിൽക്കുന്നത്. അപ്പൊ അന്ന് ഇതുമായി വന്നപ്പോഴാണ് ഞാൻ അതോർത്തത്. ഞാൻ SITയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങൾ അന്വേഷിക്കണം. കാരണം അതെല്ലാം ആന്റിക്സ് ആണ്. 10,000 വർഷം പഴക്കമുള്ള ഈ ആന്റിക്സുകൾ ഇത് വിൽക്കാൻ ഇവർ തീരുമാനിച്ചപ്പോൾ ഇതും ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയും തമ്മിലൊരു ലിങ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി. 2019-20 കാലഘട്ടത്തിൽ. അതെ. ഞാൻ ഉന്നയിച്ചോടുകൂടി പിന്നെ അവർ പുറകോട്ട് പോയി.
പേടിച്ചുപോയി. ഇതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അവർ ചെയ്യാറുണ്ട്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഒരു വലിയ കൽവിളക്കുണ്ട്, അല്ല ഒരു വലിയ വിളക്കുണ്ട്, കൽവിളക്കല്ല മറ്റേ വിളക്ക്, വളരെ പുരാതനമായ, അത് കാണാനില്ല, അവരതിനെ അടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതുമായിട്ട് ലിങ്ക് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഞാനത് ശക്തമായി തന്നെ ഉന്നയിച്ചു. അപ്പൊ ഇത് അന്ന് ഞാൻ ഉന്നയിച്ചത് കൊണ്ടാണ് ഇത് വേണ്ടാന്ന് വെക്കേണ്ടി വന്നത്. അപ്പൊ അതും ഇപ്പോഴത്തെ സ്വർണ്ണപ്പാളിയും തമ്മിൽ ലിങ്ക് ഉണ്ടെന്ന് ഞാൻ ആലോചിച്ചു. അപ്പൊ അതാണ് ഞാൻ അതിനകത്ത് കൂടുതൽ താല്പര്യം എടുക്കാൻ കാരണം. ഏതായാലും ഇപ്പൊ SIT അതിനെപ്പറ്റി പ്രവാസി വ്യവസായിയെ വിളിച്ച് ചോദിച്ചു, വിവരങ്ങൾ ശേഖരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത് അന്വേഷിക്കാൻ വേണ്ടി ഡി മണി ഉൾപ്പെടെയുള്ളവരുമായിട്ട് തമിഴ്നാട്ടിലെ അവർ പോയി അന്വേഷിച്ചു. ഇന്ന് ചോദ്യം ചെയ്യാം. ഇന്ന് ഡി മണിയും ബാലമുരുകനൊക്കെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനം ചോദ്യം ചെയ്യാനായി നിൽക്കുന്നു. രാവിലെ ആ ചിത്രങ്ങൾ നമ്മുടെ ടെലിവിഷനുകളിൽ വളരെ ശക്തമായ റിപ്പോർട്ടുകളായി വന്നു. പിന്നീട് ഡി മണി ചോദ്യം ചെയ്യലിനായി അകത്തേക്ക് കയറിയപ്പോൾ അയാൾക്കൊപ്പം വലിയൊരു സംഘമാണ് ദിണ്ടിഗലിൽ നിന്ന് വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനടക്കം വലിയൊരു സംഘം, അതിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരുണ്ട്. ഇത്ര വലിയ ഒരു സ്വാധീന ശക്തി ഡി മണിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് കരുതിയതുപോലെ തന്നെ വളരെ അന്തർദേശീയ ബന്ധങ്ങളുള്ള ഒരു കള്ളക്കടത്ത് സംഘം തന്നെ ആയിരിക്കില്ല ഇതിന് പിന്നിൽ. തീർച്ചയായിട്ടും. അദ്ദേഹം പറഞ്ഞു ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഞാൻ വെറും ഒരു പെറ്റി ലാൻഡ് ഡീലിംഗ് നടത്തുന്ന ആളാണെന്നൊക്കെയാണ് പറഞ്ഞത്. സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അദ്ദേഹത്തിന്റെ പിന്നിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കില്ലല്ലോ. ഒരു സംശയം വേണ്ട, ഡി മണി ഒരു പ്രധാന കണ്ണിയാണ്. ഡി മണി പ്രധാന കണ്ണിയാണ്. അദ്ദേഹവുമായി ഈ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത്രയും പറയുന്നുണ്ട്, കാരണം ഞാനത് പറയാൻ എനിക്ക് പരിമിതിയുണ്ട്. കാരണം ഈ അന്വേഷണം നടക്കുന്ന ഒരു വേളയിൽ ഞാനിതെല്ലാം തുറന്നു പറയാൻ പാടില്ലാത്തതാണ്. അന്വേഷണത്തെ ബാധിക്കും. ഞാൻ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അപ്പോൾ എനിക്ക് കേസുകൾ എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് പരിചയമുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇതുവരെ ഒരു മാധ്യമത്തോടും എന്താണ് ആ പ്രവാസി വ്യവസായി എന്നോട് പറഞ്ഞതെന്നോ എന്താണ് ഞാൻ കണ്ടെത്തിയതെന്നോ ഇതുവരെ പറയാത്തത് അതുകൊണ്ടാണ്. പറയാനില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ പറയുന്നത് തന്നെ ഈ അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 3 നേതാക്കന്മാർ ജയിലിലാണ്. മണി, ഈ വാസു, പത്മകുമാർ, ഇന്നലെ വിജയകുമാർ സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു. ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കൾ, CPM നേതാക്കന്മാർ ജയിലിലാണ്. എന്നിട്ടും ഒരു നടപടി അവരെടുക്കുന്നില്ല ഈ പാർട്ടിക്കാര്. ഇപ്പൊ എന്താ MB എന്ന് പറയുന്നത്, അത് വന്നാൽ പത്രത്തിൽ വാർത്ത വരുന്നു. പിന്നെ പത്രത്തിൽ വാർത്ത വരാതിരിക്കുകയാണ്. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ജനം. വളരെ ബോധപൂർവമായി CPM ഈ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഗവൺമെന്റ് ഇതുവരെ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ചോദ്യം ചെയ്തതെന്നുള്ള സമ്മർദ്ദം വളരെയേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് അറസ്റ്റ് ചെയ്തത്, അല്ല ചോദ്യം ചെയ്യായിരുന്നു. ഇപ്പൊ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ ചോദ്യം ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇതെല്ലാം ഇവർ ഉണ്ടാക്കുന്ന ഒരു ആസൂത്രിതമായ നീക്കമാണ്. കേരളത്തിൽ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കളുണ്ട്, CPM-ല്, കോൺഗ്രസില്, മറ്റു പാർട്ടികളില്. അവരാരും ഇത്തരമൊരു സംഭവം മുന്നോട്ട് പറഞ്ഞില്ല. പക്ഷെ ശബരിമല കൊള്ളയെ സംബന്ധിച്ച ഏറ്റവും നിർണായക വെളിപ്പെടുത്തലുകൾ അങ്ങാണ് സമൂഹത്തോട്, അധികാര കേന്ദ്രങ്ങളോട് ഉറക്കെ പറഞ്ഞത്. ഇത് വാസ്തവത്തിൽ ഒട്ടനവധി ഭീഷണികൾ ഉയർത്തുന്ന, അങ്ങയുടെ തന്നെ ജീവിതത്തെ പോലും ബാധിക്കുന്ന ഒരു സംഭവമല്ലേ? എന്തുകൊണ്ടാണ് ഇത്ര ഒരു റിസ്ക് എടുത്ത് ഈ ഒരു വെളിപ്പെടുത്തലിലേക്ക് കടന്നത്? സ്വയമായ റിസ്ക് ആണ്, ഒരു സംശയമില്ല. കാരണം ഇത് ഈ ഏജൻസികളിനോട് പലരും പറഞ്ഞു ഇവരൊക്കെ വലിയ വൻ സ്രാവുകളാണ്, ഇവരൊക്കെ വൻ തിമിംഗലങ്ങളാണ്. അങ്ങ് തമിഴ്നാട്ടിൽ യാത്ര ചെയ്യാറുണ്ട്, ദുബായ് പോകാറുണ്ട്, ഇതൊക്കെ ഇവരുടെ നെറ്റ്വർക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അങ്ങനെയൊക്കെ പേടിച്ചാൽ ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പേടിപ്പിച്ചാൽ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചപ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ശബരിമല പോലെ, ഞാൻ ശബരിമല ഭക്തനാണ്, 10-50 തവണയോളം പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിൽ എനിക്ക് കിട്ടിയ വിവരം ഞാൻ കൈമാറുന്നില്ല എങ്കിൽ അത് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. പ്രവാസി വ്യവസായിക്ക് തന്നെ ആരോടും പറയാൻ പേടിയാണ്. എനിക്ക് ആ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ സത്യം പറഞ്ഞതുകൊണ്ട് പോലെ അവരന്വേഷിക്കട്ടെ, സത്യമാണെങ്കിൽ നടപടി എടുക്കട്ടെ. അപ്പം ഞാൻ കരുതി എൻ്റെ ഉത്തരവാദിത്തമാണ്. ശരിയാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഈ റിസ്കിന് തയ്യാറായിട്ടില്ല എന്നുള്ള സത്യമാണ്.
ഇത് മാത്രമല്ലല്ലോ, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന എല്ലാ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതെ. അന്ന് തന്നെ എന്നോട് പലരും പറഞ്ഞതൊന്നും ചെയ്യരുത്. ഞാൻ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൊള്ളപ്പലിശക്കാരെ മുഴുവൻ പിടിക്കാൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചു. അന്ന് എന്നോട് പറഞ്ഞു, ഇവരൊക്കെ വലിയ ആളുകളാണ്, കോടികൾ, ലക്ഷക്കണക്കിന് കോടികൾ കയ്യിലുള്ള ആളുകളോടാണ് കളിക്കുന്നത്. ഓപ്പറേഷൻ കുബേര സൂക്ഷിച്ചു വേണം. അത് പിന്നെ ശരിയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ നിയോജകമണ്ഡലത്തെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവരിറങ്ങി. അധികാരം പോയി പിന്നെ പോയല്ലോ. ഇലക്ഷൻ വരുമ്പോൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവരെ ഇറക്കിയ പണത്തിൻ്റെ കയ്യും കണക്കുമില്ല. അപ്പം തന്നെയല്ല, പല കാര്യത്തിലും അവരെന്നെ എനിക്കെതിരായ നീക്കങ്ങൾ നടത്തി എന്നുള്ളത് സത്യവുമാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സ്പ്രിംഗർ അഴിമതി കേസ് ഞാൻ കൊണ്ടുവന്നപ്പോൾ ട്രംപിന്റെ തെരഞ്ഞെടുപ്പിൽ വരെ അയാളെ സഹായിച്ച ആളാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ട്രംപിനെ സഹായിച്ചെങ്കിൽ അയാളെ സഹായിക്കട്ടെ, എനിക്കെന്താ കാര്യം. ഹിലാരി ക്ലിന്റനെ സഹായിച്ചെങ്കിൽ അതാവട്ടെ, അയാൾ വലിയ ആളാണ്. ഞാൻ പറഞ്ഞ വലിയ ആളാണെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ട കോവിഡ് രോഗികളുടെ ഡേറ്റ അമേരിക്കയ്ക്ക് കൊടുത്ത് അമേരിക്കയിലുള്ള ഈ കമ്പനി എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വിറ്റ് കേരളത്തിൽ ആവശ്യമായ മരുന്ന് ഉൽപ്പാദിപ്പിക്കുക, അതുവഴി കോടികൾ തട്ടുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പുറത്തു കൊണ്ടുകൊണ്ട് അത് നിന്നില്ലേ. പമ്പ മണൽക്കടത്ത്, ബെബ്കോ അഴിമതി, ആഴക്കടൽ മത്സ്യബന്ധനം, നിങ്ങളെ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പട്ടിണിക്കിടുന്ന ആഴക്കടൽ മത്സ്യബന്ധനം കൊണ്ടുവന്നു. മേഴ്സിക്കുട്ടി എന്തെല്ലാം എല്ലാത്തിനും എല്ലാ പ്രൂഫ് ഞാൻ കൊണ്ടുവന്നല്ലോ. അതിന് മുഴുവൻ ഞാൻ പ്രൂഫ് കൊണ്ടു. അപ്പൊ ഞാൻ കൊണ്ടുവന്നതിനൊന്നും പ്രൂഫില്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. വിത്ത് പ്രൂഫ് അതാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ അന്നൊക്കെ എനിക്ക് റിസ്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും റിസ്ക് ഉണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അങ്ങയുടെ ഇടപെടൽ ഏറെ നിർണായകമായത് ഈ കടകംപള്ളിയുടെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ എന്നുള്ള ഒരു സംഭവത്തിലാണ്. വാസ്തവത്തില് പത്മകുമാർ കുറ്റം ഏറ്റെടുക്കുന്ന തലത്തിൽ മൊഴി നൽകിയെന്ന് അന്ന് അന്വേഷണ സംഘം പ്രചരിപ്പിച്ചിരുന്നു. അന്ന് 2 ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡിലെ 2 അംഗങ്ങൾ വിജയകുമാറും ശങ്കർദാസും മൊഴി കൊടുത്തത് പത്മകുമാർ ഏകപക്ഷീയമായി ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും അദ്ദേഹം തന്നെ മിനിറ്റ്സിൽ തിരുത്തി അത് തങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുമായിരുന്നു. പത്മകുമാറാണ് ഇതെല്ലാം ചെയ്തത് എന്ന തലത്തിൽ കേസ് പൂർണ്ണമായി ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ അങ്ങയുടെ ഇടപെടലും ഈ അന്തർദേശീയ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ സാന്നിധ്യവും ഒക്കെ പുറത്തേക്ക് വരുന്നത്. ഇതിനെ തുടർന്ന് ഹൈക്കോടതി കൂടുതൽ ശക്തമായി വിമർശനം ഉന്നയിക്കുന്നു. 2 ബോർഡ് അംഗങ്ങളെ കൂടി ചോദ്യം ചെയ്യണം എന്ന് ഹൈക്കോടതി തന്നെ ആവശ്യപ്പെടുന്നു. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? അതെ, വീണ്ടും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കോടതി തിരിയുന്നു എന്ന് കണ്ടതോടെ അന്വേഷണ സംഘം വീണ്ടും സമ്മർദ്ദത്തിലായി. സർക്കാരിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടും ഒടുവിൽ കടകംപള്ളിയിൽ എത്തി നിൽക്കുന്നു. കേസ് പത്മകുമാർ അല്ലെങ്കിൽ ഈ ബോർഡ് അംഗങ്ങൾ ഈ കടകംപള്ളിക്ക് മുൻപ് എവിടെയെങ്കിലും വെച്ച് അട്ടിമറിക്കപ്പെടാൻ ഇടയുണ്ടോ? നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ 3 പേരും CPM-കാരാണ്. പത്മകുമാർ, വിജയകുമാർ, വാസു, ഒരു 3 പേർ. അതോടൊപ്പം തന്നെ മറ്റേ ഒരു ബോർഡ് മെമ്പറുണ്ട്, ശങ്കർദാസ്, CPI. അപ്പൊ ഇവര് മാത്രമായി ഇത് ചെയ്യാൻ കഴിയൂ? രാഷ്ട്രീയമായ നിർദ്ദേശങ്ങളില്ലാതെ. നമുക്കറിയാം CPM എന്ന പാർട്ടി എങ്ങനെയാ പ്രവർത്തിക്കുന്നത്. പത്മകുമാറിന്റെ ആദ്യം ഒരു മൊഴി നിൽക്കുന്നു, ഇത് തന്ത്രിയും മന്ത്രിയും അറിഞ്ഞാണെന്ന്. 2 പേർക്കും സർക്കാരിന് ഇക്കാര്യത്തെ കുറിച്ച് വ്യക്തതയുണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞിട്ട് ആ വഴിക്ക് അന്വേഷണ സംഘം നീങ്ങിയില്ലല്ലോ. ഇല്ല, അതാണ് നീങ്ങേണ്ടത്. ഇനി നീങ്ങുമല്ലോ. കാരണം ഇത് പാർട്ടി അറിയാതെ ഇത്തരം ഒരു കാര്യത്തിലും CPM-ന്റെ ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡാണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും അത് ഏത് സ്ഥാപനമാണെങ്കിലും അവിടെ എല്ലാം CPM-ന് നിയന്ത്രണമുണ്ട്. CPM-ന്റെ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവര് പറയാതെ ചെയ്യില്ല. അപ്പോൾ ദേവസ്വം ബോർഡിൽ നടന്ന ഈ അഴിമതി മന്ത്രി അറിയാതെ എങ്ങനെ നടക്കും? ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്നിപ്പോ കടകംപള്ളി സമ്മതിച്ചു, മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ സമ്മതിച്ചു. മറ്റു ചില തെളിവുകൾ പുറത്തു വന്നു. കഴക്കൂട്ടത്ത് ഒരു സ്പോൺസറെ കണ്ടെത്തി ഒരു വീട് വെച്ചത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു, പക്ഷെ അത് കടകംപള്ളി സ്ഥിരീകരിച്ചില്ല. ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട സ്പോൺസറിങ്, ഇതിനൊക്കെ കഴക്കൂട്ടത്ത് പലവട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി. അപ്പോൾ കടകംപള്ളിയുമായി വളരെ അടുത്ത മാനസിക ബന്ധം പോറ്റി പുലർത്തിയിരുന്നു. അപ്പോൾ തീർച്ചയായും ഇതെല്ലാവരും ബന്ധപ്പെട്ട ഒറ്റക്കണ്ണിയായി പ്രവർത്തിച്ച ഒരു കള്ളക്കടത്തല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞു. CPM-ന്റെ എല്ലാ സംവിധാനങ്ങളും
അറിയാതെ ഇതൊന്നും നടക്കില്ല. മന്ത്രി അറിഞ്ഞിട്ടുണ്ടാകും, CPM നേതാക്കന്മാർ ഇതിന് ചുമതലയുള്ളവർ അറിഞ്ഞിട്ടുണ്ടാകും. പിന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി അറിയാതെ ഏത് കാര്യം നടക്കുന്നത്? CPM സിസ്റ്റം അനുസരിച്ച്. അപ്പൊ അധികാര കേന്ദ്രങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു മുഖ്യമന്ത്രി ശബരിമല പോലൊരു ക്ഷേത്രത്തിലെ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുമോ? അല്ല, അതല്ലേ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. എന്റെ തെളിവില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും പറയാം. ഞാൻ തെളിവുകൊണ്ടല്ലേ പറയുന്നത്. നിങ്ങൾക്ക് കേരളത്തെ ജനങ്ങൾക്കറിയാം. ഇപ്പൊ എന്നെ പോലെ ഒരാൾ ഈ വിഷയം പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് ഇത് ഗൗരവമായത്. അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ച് ഗോവർദ്ധന്റെ 300 ഗ്രാമിന്റെ സ്വർണം എടുത്ത് പരിശോധിച്ച് അവസാനിപ്പിക്കുമായിരുന്നു. ഇതിന് ഇന്റർനാഷണലായ മാനമുണ്ട്. ഇതിൽ വലിയ ആന്റിക് സ്മഗ്ലേഴ്സ് ഉണ്ട്. ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. തുടങ്ങിയിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇപ്പൊ അന്വേഷണത്തിന് ഗതി മാറിപ്പോകുന്നത്. ഒരു സംശയവും വേണ്ട, പാർട്ടി അറിയാതെ പത്മകുമാറും വാസുവും ഇതൊന്നും ചെയ്യില്ല, ഈ വിജയകുമാറും ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവരെ പുറത്താക്കാൻ ഇവർ തയ്യാറാവുക. രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ഞങ്ങള് രാഹുൽ മാക്കൂട്ടത്തിനെ പുറത്താക്കിയില്ലേ? അല്ലെ, അത് നാട്ടുകാർക്ക് പ്രശ്നമുള്ളതൊന്നും അല്ലല്ലോ. ഇവർ കുറ്റാരോപിതർ മാത്രമേ. കുറ്റാരോപിതരായിരുന്നല്ലോ മറ്റേതും. പക്ഷെ നമ്മൾ ധാർമ്മികമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ശക്തമായ നിലപാടെടുത്തു. എന്തുകൊണ്ടാണ് ഇവർ സസ്പെൻഡ് പോലും ചെയ്യാത്തത്? അതിന്റെ അർത്ഥം നേരെ കടകംപള്ളി കൊടുക്കും. അപ്പോഴേ കടകംപള്ളി കൊടുക്കും, മറ്റു പലരും കൊടുക്കും. അതുകൊണ്ടാണ് ഇവര് അതൊന്നും ചെയ്യാത്തത്. ഞാനവരെ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ MV ഗോവിന്ദൻ ഇയാളെ അവരെ പുറത്താക്കാൻ? 3 പേരായി, ഇനിയും വരാൻ പോകുന്നു നേതാക്കന്മാര്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ എന്നിട്ട് പറയണം ശബരിമല ബാധിച്ചിട്ടില്ല, ഭരണ വിരുദ്ധ വികാരമില്ല. പന്തളവും ഗുരുവായൂരും കൊടുങ്ങല്ലൂരും. അതെ അതെ അതെ. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. പത്തനംതിട്ട ജില്ല ഒലിച്ചു പോയതിനെ പറ്റി മിണ്ടുന്നില്ലല്ലോ. അവരുടെ കയ്യിൽ നിന്നല്ലേ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ. ആ ജില്ല തന്നെ ഒഴുകിപ്പോയില്ലേ? കോട്ടയം ജില്ല ഒഴുകിപ്പോയില്ലേ? ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ. ഈ 2017 മുതൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സത്യമെങ്കിൽ ശബരിമലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയല്ല, അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പലതും പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഇതുപോലെ മുരാരി ബാബുവായിട്ട് മുരാരിയായി ബന്ധപ്പെട്ട കേസുണ്ട്. അതുപോലെ തന്നെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ ഈ ഇതുണ്ടല്ലോ ഇറിഡിയം, അതെ, അതിനെ കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലാണ്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, അറിയാത്ത കാര്യം പറയാൻ പാടില്ല. അപ്പോൾ പക്ഷേ ഒരു കാര്യം ഞാൻ ഇതോടുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമുള്ള ക്ഷേത്രങ്ങളിലെ ഒരു ഓഡിറ്റ് അനിവാര്യമാണ്. എന്തെല്ലാം സാധനങ്ങളുണ്ട് അതിന് ഓഡിറ്റ്. ഇനി ഇപ്പൊ ഓഡിറ്റ് ഒന്നുമില്ല, ഓഡിറ്റ് ഉണ്ടാവണം. ദേവസ്വം ബോർഡ് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് പോയത്. 100%, AKG സെന്ററിന്റെ ഒരു 101%. ഇപ്പൊ കള്ളം പുറത്തു വന്നപ്പോഴാണല്ലോ ജയകുമാരനെ നിയമിച്ചത്. മുഖം നന്നാക്കാൻ വേണ്ടിയാണ് നിയമിച്ചത്, ആത്മാർത്ഥം കൊണ്ടൊന്നുമല്ല. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അല്ല, ദേവസ്വം ബോർഡിൽ നിരവധി ഫയലുകൾ കാണാതായി എന്നൊരു വാർത്ത നമ്മുടെ ഫയലുകൾ കാണാതായി എന്ന് പറയുന്നു, ഉത്തരവുകൾ കാണാതായി എന്ന് പറയുന്നു. ഇതൊക്കെ ജനങ്ങളിൽ സംശയം വർദ്ധിപ്പിക്കാനേ ഉപയോഗിച്ചിട്ടുള്ളൂ. ശബരിമലയിലെ ഈ അമൂല്യ വസ്തുക്കളുടെ ശേഖരം എത്രയുണ്ട് എന്നതിന്റെ കണക്കുകൾ പോലും ഇല്ല എന്നാ പറയുന്നത്. അതെ, ഒരു കാര്യം ഞാൻ പറയാം, അയ്യപ്പനോട് കളിച്ചാൽ വിവരം അറിയും. അയ്യപ്പൻ സാധാരണ ഒരു വിശ്വാസമാണ്. അയ്യപ്പന്റെ ഒരു ഇടപെടൽ പൂർണ്ണമായി ബോധ്യമാകുന്നത് അങ്ങ് അപ്രതീക്ഷിതമായി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ, 2 ദിവസം മുൻപ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ആളുകൾ ആദ്യം ധരിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അങ്ങ് അവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്താൻ വേണ്ടി പറയുന്ന ഒരു ആരോപണമെന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ ഏറ്റവും വലിയൊരു പ്രത്യേകത, സാധാരണഗതിയിൽ തിരക്ക് കൂട്ടി SITയിലേക്ക് ഓടി പോകേണ്ടതാണ്. പക്ഷെ അങ്ങ് അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചില്ല. 2 ദിവസം കാത്തിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ ശക്തമായ പ്രതികരണം നടത്തിയില്ല. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ശാന്തമായ SITക്ക് മുൻപാകെ ചെന്ന് പറയേണ്ടതെല്ലാം തുറന്നു പറഞ്ഞു. പറഞ്ഞത് അടിസ്ഥാനപരമായി 100% ശരിയെന്ന് SITക്ക് ബോധ്യപ്പെട്ടത് 2 ദിവസത്തിനുള്ളിൽ പ്രവാസി മലയാളിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയെന്ന് അറിഞ്ഞപ്പോഴാണ്. അതും 3 മണിക്കൂർ നീണ്ടത്. പിന്നീട് ആ പ്രവാസി മലയാളി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ശരിവെക്കുന്ന തലത്തിൽ ദിണ്ടിഗലിലെ ഡിമണിയുടെ ആസ്ഥാനം, അവരുടെ ചെന്നൈ ബന്ധം, ദിണ്ടിഗലിലെ ഡിമണിയുടെ ആസ്ഥാനത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി എന്ന് പ്രവാസി മലയാളി SIT അറിയിച്ച അമൂല്യ വിഗ്രഹങ്ങളുടെ കാര്യം എല്ലാം ശരിയെന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ഇത് ശരിക്കും ഒരു അയ്യപ്പന്റെ ഇടപെടൽ തന്നെയല്ലേ? 100%. അയ്യപ്പന്റെ മുതൽ ആര് കൊണ്ടുപോയിട്ടുണ്ടോ അവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. കാരണം അയ്യപ്പൻ ഒരു ശക്തിയാണ്, ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും
വഴിവിട്ട നിലയിൽ അത് അവിടെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല. അതിന്റെ ഏറ്റവും ഇനിയാണെങ്കിൽ ഇനിയും വരും. അയ്യപ്പനെ മുതലടിച്ചു കൊണ്ടുപോയവർക്കൊക്കെ അനുഭവം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങ് തുറന്നു പറയാത്ത പല രഹസ്യങ്ങളും ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ഈ സംഭാഷണം. പ്രവാസി മലയാളിയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അത്രയ്ക്ക് ഭയാനകമാണ്. അല്ല, അത് പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മുൻ ആഭ്യന്തരമന്ത്രിയാണ്. ഞാൻ ഒരു കേസ് അന്വേഷണം എങ്ങനെ പോകുന്നത് എനിക്കറിയാവുന്നയാളാണ്. അപ്പൊ ഉത്തമ രഹസ്യമായ വിശ്വാസത്തോടെ ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാനത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ പുറത്തു പറഞ്ഞാൽ ഈ അന്വേഷണത്തെ അത് ബാധിക്കും. ഈ കേസ് ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അങ്ങ് തുറന്നു പറഞ്ഞ് ഇതിൽ ഇടപെടലുകൾ അല്ല, അട്ടിമറിക്കാൻ വരുമോ നോക്കട്ടെ. ഞാൻ നോക്കാതിരിക്കുകയാണ്. നോക്കട്ടെ, നിയമപരമായ വഴിക്ക് നീങ്ങുമോ അതോ ജനങ്ങളുടെ അല്ല, അത് നമ്മൾ ഏത് രീതി വേണമെന്ന് അതിന്റെ സ്വഭാവത്തെ അനുസരിച്ചായിരിക്കും. അത് നോക്കാം. അല്ലെങ്കിൽ ഒരു CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള ആവശ്യം അല്ല, CBI അന്വേഷണത്തിനുള്ള ആവശ്യം ഇപ്പൊ തന്നെ ഞാൻ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിന് വിലയല്ല. ഇപ്പം മൊത്തം എത്ര 30.8 കോടി 8 കിലോഗ്രാം ആണ് സ്വർണം അവിടെ. അല്ല, അത് വിജയമല്യ പൊതിഞ്ഞത് മാത്രം. അതല്ലാതെ ഒരുപാട് അമൂല്യ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം ദ്വാരപാലക ശില്പങ്ങൾ, കതവും ജനലും ഉൾപ്പെടെ എല്ലാം കൂടെ 30.8 കിലോ ആണ്. അതിന്റെ മാർക്കറ്റ് വില 50 കോടിയേ ഉള്ളൂ. പക്ഷേ ഇതിന് മോഹവിലയുണ്ട്. ആന്റിക്സിനൊക്കെ മോഹവിലയാണ്. ശബരിമലയിലെ ഒരു ചെറിയൊരു സാധനം ഒരാൾക്ക് കൊടുത്താൽ കോടികൾ തരാൻ ആളുണ്ട് ഇവിടെ. വിശ്വാസം. അപ്പൊ ഈ മോഹവില ഉള്ളത് കൊണ്ടാണ് 500 കോടിയിലധികം രൂപ ഇതിന് വില വരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന നടപടി കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ വിശദമായ അന്വേഷണം വേണം. CBI അന്വേഷിക്കണം. സുഭാഷ് കപൂർ പോലെയുള്ള ഇന്റർനാഷണലായ ആന്റിക് സ്മഗ്ലേഴ്സിന്റെ പിന്നിലുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ്. അത് SIT അന്വേഷിച്ചാൽ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വേണം. ഞാനിപ്പോ പറയുന്നത് അതുകൊണ്ടാണ്. അല്ല, അങ്ങ് ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുക. ഇപ്പോൾ തന്നെ ഒരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിക്ക് മുൻപാകെ ഉണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത്. ഞാൻ സ്വയം പറഞ്ഞത് ആദ്യം മുതൽ നിങ്ങൾ തന്നെ ചോദിച്ചു. ഞാൻ ഇതിനെ രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പിന് ഉപയോഗിച്ചില്ല. ഞാൻ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വേണമെങ്കിൽ അന്ന് വലിയ ബഹളമുണ്ട്. ഇത് വേണം തുറന്നു പറയാറുന്നില്ല. പക്ഷെ അത് പറയാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ എന്ന നിലയിൽ അന്വേഷണം നടക്കുന്ന ഒരു വേളയിൽ ആ വിവരങ്ങൾ പുറത്തുവിട്ടാൽ അന്വേഷണത്തെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ദീമണിയുടെ പേരങ്ങ് പറഞ്ഞില്ല, ദിന്ദിഗലിലെ ആസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞില്ല, പഞ്ചലോക വിഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. ഇത്തരം ഈ പഞ്ചലോക വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അത് ശരിയാണെന്ന് സ്വർണ്ണ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ അത് ആരോ ഈ ചാനലുകൾ ഇപ്പൊ ആ ശബരിമലയിൽ അങ്ങനെ പഞ്ചലോക വിഗ്രഹങ്ങളൊന്നുമില്ല. ഉള്ള ഒരു പഞ്ചലോക വിഗ്രഹം അയ്യപ്പന്റെ വിഗ്രഹം. അത് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ ഉള്ള അയ്യപ്പന്റെ വിഗ്രഹം ഒറിജിനൽ ആണെന്നാണ് എന്റെ വിശ്വാസം. അല്ലാണ്ട് അവിടെ അത് ഒരു തെറ്റായ കഥയാണ്. സ്വർണം ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇത് ആരോ പത്രങ്ങൾ എടുത്തു, ആരോ ചാനൽ കൊടുത്ത അങ്ങനെ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടുത്തെ പഞ്ചലോക വിഗ്രഹങ്ങളൊന്നുമില്ല അവിടെ ഉണ്ടാകും. അപ്പൊ സ്വർണം തന്നെയാണ് ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇതിനകത്ത് വലിയ തോതിൽ ശബരിമല എന്ന് പറയുമ്പോൾ മറ്റു ക്ഷേത്രം പോലെ അല്ലല്ലോ. അത് നാഷണൽ ഇന്റർനാഷണൽ ആയിട്ട് വലിയ മൂല്യമുള്ള ഒന്നല്ലേ. അപ്പൊ അവിടുന്ന് കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ അതിന് മോഹവിലയാണ്. അതിന് വില മതിക്കാൻ എല്ലാറ്റിനും ഒടുവിലായ ഒരു ചോദ്യം. ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ നമ്മൾ മാറ്റി നിർത്തുക. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികള്, കട്ടിള, വാതിൽപ്പടി, അത്തരം സ്വർണം പൊതിഞ്ഞ ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കടൽ കടന്ന് ഇവിടെ നിന്ന് കടത്തപ്പെട്ടു എന്ന് തന്നെ അങ്ങ് കരുതുന്നുണ്ടോ? അതൊക്കെ അന്വേഷിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് 4-5 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? തൊണ്ടി മുതൽ കണ്ടെത്തുകയാണുള്ള. ഇത്രയും ദിവസമായിട്ട് തൊണ്ടി മുതൽ എവിടെ? സ്വർണം എവിടെ? ഗോവർദ്ധൻ പലർക്കായി വിറ്റു എന്നാണ്. സ്വർണ്ണം അത് 300 ഗ്രാമിന്റെ കാര്യമല്ലേ? സ്വർണ്ണം എന്നാ അത് കണ്ടെത്തിട്ട് ആർക്കൊക്കെ വിറ്റു എന്ന്? പോലീസിന്റെ ഭാഗത്ത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണത്. ഈ സ്വർണം തൊണ്ടി മുതൽ എവിടെ? തൊണ്ടി മുതൽ കണ്ടെത്തട്ടെ. അതെവിടെയാണ് അതിന്റെ ചോദ്യം. തൊണ്ടി മുതൽ എവിടെ? ആ ചോദ്യം വലിയ ഉത്തരങ്ങളിലേക്ക് എത്തും. തൊണ്ടി മുതൽ കണ്ടെത്തിയാൽ അങ്ങ് അറിഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന ബോധ്യത്തിലേക്ക് വരും. വരട്ടെ. തീർച്ചയായിട്ടും. വളരെ നന്ദി.
നന്ദി, നമസ്കാരം.